ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2024 ICC T20 ലോകകപ്പ് നേടിയതിനു ശേഷം BCCI വാഗ്ദാനം ചെയ്യുന്ന സമ്മാനത്തുക എന്താണ്? 125 കോടി രൂപയാണ് 2024 ICC T20 ലോകകപ്പ് നേടിയതിനു ശേഷം BCCI വാഗ്ദാനം ചെയ്യുന്ന സമ്മാനത്തുക എത്രയാണ്? 125 കോടി രൂപ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ജൂൺ 30 ഇന്ത്യയുടെ കരസേനാ മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? 2024 ജൂൺ 30 ഇന്ത്യയുടെ കരസേനാ മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. അടുത്ത ക്വസ്റ്റ്യൻ, T20 ലോകകപ്പ് 2024 വിജയത്തിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യയിൽ നിന്നുള്ള ക്രിക്കറ്റ് താരങ്ങളുടെ പേര് ആരൊക്കെയാണ്? വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രവീന്ദ്ര ജഡേജ. എന്നിവരാണ് T20 ലോകകപ്പ് 2024 വിജയത്തിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യയിൽ നിന്നുള്ള ക്രിക്കറ്റ് താരങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, പാർലമെന്റ് പാസാക്കിയ 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഏതു തീയതിയിൽ നിലവിൽ വരും? 1 ജൂലൈ 2024. അടുത്ത്, ഏത് വർഷത്തിലാണ് ISRO അതിന്റെ ആദ്യ സമർപ്പിത SSLV വാണിജ്യ ദൗത്യം ആരംഭിക്കുന്നത്? 2026. ISRO അതിന്റെ ആദ്യ സമർപ്പിത SSLV വാണിജ്യ ദൗത്യം ആരംഭിക്കുന്നത് 2026. അടുത്ത ക്വസ്റ്റ്യൻ, വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ എക്കാലത്തെയും ഉയർന്ന ടീം ടോട്ടൽ സ്ഥാപിച്ച് ചരിത്രം സൃഷ്ടിച്ച ടീം ഏത്? ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമാണ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ കരസ്ഥം സൃഷ്ടിച്ച ടീമാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ജൂലൈയില് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിന്റെ ചെയർമാനായി നിയമിതനായത് ആരാണ്? രവി അഗർവാൾ ആണ് 2024 ജൂലൈയില് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിന്റെ ചെയർമാനായി നിയമിതനായത്. അടുത്ത ക്വസ്റ്റ്യൻ, SBIയുടെ പുതിയ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? CS ഷെഡ്ഡി ആണ് SBIയുടെ പുതിയ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തിടെ അരുണാചൽ പ്രദേശിൽ കണ്ടെത്തിയ പുതിയ ഇനം സസ്യം ഏതാണ്? ഡിഡിമാക്രോപസ് ജാൻകി ആണ് അടുത്തിടെ അരുണാചൽ പ്രദേശിൽ കണ്ടെത്തിയ പുതിയ ഇനം സസ്യം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ജൂണില് ചാഡ്വിക് ഹൗസ് നാവിഗേഷൻ ഓഡിറ്റ് ഹെറിറ്റേജ് ചരിത്ര മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഷിംലയിലാണ്. 2024 ജൂണില് ചാഡ്വിക് ഹൗസ് നാവിഗേഷൻ ഓഡിറ്റ് ഹെറിറ്റേജ് ചരിത്ര മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഷിംല. അടുത്ത ക്വസ്റ്റ്യൻ, 2024 മാർച്ച് 30 അവസാനിക്കുന്ന കാലയളവിലേക്ക് പ്രോസ്യൂമർ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിന് KSERC നിശ്ചയിച്ച യൂണിറ്റ് നിരക്ക് എത്രയാണ്? യൂണിറ്റിന് 3.15 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഇന്ത്യൻ ജന്തുജാലങ്ങളിൽ ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ ചേർത്ത സംസ്ഥാനം ഏതാണ്? കേരളമാണ് 2023 ഇന്ത്യൻ ജന്തുജാലങ്ങളിൽ ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ ചേർത്ത സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാവികസേന പരീക്ഷിച്ച ഏറ്റവും ശക്തമായ ആണവ ഇതര സ്ഫോടക വസ്തുവിന്റെ പേര് എന്താണ്? സെബെക്സ് 2 ആണ് ഇന്ത്യൻ നാവികസേന പരീക്ഷിച്ച ഏറ്റവും ശക്തമായ ആണവ ഇതര സ്ഫോടക വസ്തുവിന്റെ പേര് എന്താണ്? സെബെക്സ് 2. അടുത്ത ക്വസ്റ്റ്യൻ, നാവികസേനയുടെ മെഗാ അന്തർവാഹിനി പ്രൊജക്ട്
751 വേണ്ടി ബിഡ് സമർപ്പിച്ച 2 രാജ്യങ്ങൾ ഏതാണ്? ജർമ്മനിയും സ്പെയിനും. അടുത്ത ക്വസ്റ്റ്യൻ, 2024 T20 ലോകകപ്പിന്റെ ഫൈനലിൽ സ്മാർട്ട് ക്യാച്ച് ഓഫ് ദി മാച്ച് അവാർഡ് നേടിയത് ആരാണ്? സൂര്യകുമാർ യാദവ്. 2024 T20 ലോകകപ്പിന്റെ ഫൈനല് സ്മാർട്ട് ക്യാച്ച് ഓഫ് ദി മാച്ച് അവാർഡ് നേടിയത് ആരാണ്? സൂര്യകുമാർ യാദവ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഡിങ് ഗുഗേഷ് തമ്മിലുള്ള ലോക ചെസ് ചാമ്പ്യൻഷിപ്പില് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കാനുള്ള അവകാശം നേടിയ രാജ്യം ഏതാണ്? സിംഗപ്പൂര്. 2024 ഡിങ് ഗുഗേഷ് തമ്മിലുള്ള ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തില് ആതിഥേയത്വം വഹിക്കാനുള്ള അവകാശം നേടിയ രാജ്യം ഏതാണ്? സിംഗപ്പൂർ. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലാസ്റ്റിക് മാലിന്യ റോഡ് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ 2ാമത്തെ സൈനിക സ്റ്റേഷൻ ജയ്പൂർ മിലിറ്ററി സ്റ്റേഷൻ ആണ് പ്ലാസ്റ്റിക് മാലിന്യ റോഡ് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ 2ാമത്തെ സൈനിക സ്റ്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ജൂലൈയില് 75ാം ജന്മദിനം ആഘോഷിക്കുന്ന മുൻ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആരാണ്? വെങ്കയ്യ നായിഡു ആണ് 2024 ജൂലൈയില് 75ാം ജന്മദിനം ആഘോഷിക്കുന്ന മുൻ ഇന്ത്യൻ ഉപരാഷ്ട്രപതി. അടുത്ത ക്വസ്റ്റ്യൻ, ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്നിവ പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2024 ജൂലൈ 1. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ജൂണിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ആരാണ്? ഭൂപീന്ദർ സിംഗ് റാവത്ത് ആണ് 2024 ജൂണിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ജൂലൈ 2 OV വിജയൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹരായ എഴുത്തുകാരുടെ പേര്. 2024 ജൂലൈ 2 OV വിജയൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹരായ എഴുത്തുകാരുടെ പേര് KP രാമനുണ്ണി, V ഷിനിലാൽ, ജിൻഷാ ഗംഗ, ഹരികൃഷ്ണൻ തച്ചാടൻ. ഓർത്തിരിക്കണം, KP രാമനുണ്ണി, V ഷിനിലാൽ, ജിൻഷാ ഗംഗ, ഹരികൃഷ്ണൻ തച്ചാടൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് MAITRE മൈത്രി? ഇന്ത്യയും ഏതു രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് മൈത്രി? തായ്ലൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ എയർഫോഴ്സ് വെപ്പൺ സിസ്റ്റം സ്കൂൾ ആരംഭിച്ചത് ഏതു സ്ഥലത്താണ്? എയർഫോഴ്സ് സ്റ്റേഷൻ ബേഗംപേട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ജോർദാനിലെ അമ്മാനിൽ നടന്ന അണ്ടർ 23 ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് 2024 അവസാനിച്ചപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എന്തായിരുന്നു? ഉയർന്ന സ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ജന്തുജാലങ്ങളുടെ സമ്പൂർണ്ണ പട്ടിക തയ്യാറാക്കിയ ആദ്യ രാജ്യം ഏത്? 2024 ജന്തുജാലങ്ങളുടെ സമ്പൂർണ്ണ പട്ടിക തയ്യാറാക്കിയ ആദ്യ രാജ്യം ഏതാണ്? ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയിൽ അടുത്തിടെ GST വകുപ്പ് നടത്തിയ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ ഫാനം. ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയിൽ അടുത്തിടെ GST വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫാനം. അടുത്ത ക്വസ്റ്റ്യൻ, സർവകലാശാലകളിലെ വൈസ് ചാൻസലർ എന്നതിന് പകരം കുലഗുരു എന്ന് വിളിക്കാൻ തീരുമാനിച്ച മന്ത്രിസഭ ഏതാണ്? മധ്യപ്രദേശ് മന്ത്രിസഭയാണ് സർവകലാശാലകളിലെ വൈസ് ചാൻസലർ എന്നതിന് പകരം കുലഗുരു എന്ന് വിളിക്കാൻ തീരുമാനിച്ച മന്ത്രിസഭ മധ്യപ്രദേശ് മന്ത്രിസഭ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ്? ഗ്വാളിയർ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയില് നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് ഗ്വാളിയർ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭം ഏതാണ്? കാർത്തുമ്പി കുട നിർമ്മാണം. 2024 പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭം ഏതാണ്? കാർത്തുമ്പി കുട നിർമ്മാണം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള സൈനികാഭ്യാസമാണ് നൊബാഡിക് എലിഫന്റ്? ഏതാണ്? ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള
സൈനികാഭ്യാസമാണ് നൊമാഡിക് എലിഫന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, 2026 ICC പുരുഷ T20 ലോകകപ്പ് എവിടെയാണ് നടക്കുന്നത്? ഇന്ത്യയും ശ്രീലങ്കയിലുമാണ് 2026 ICC പുരുഷ T20 ലോകകപ്പ് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ഫ്ലൈയിങ് പരിശീലന സംഘടന ഏത് സംസ്ഥാനത്താണ് സ്ഥാപിക്കുന്നത്? മഹാരാഷ്ട്രയിലാണ്. ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ഫ്ലൈയിങ് പരിശീലന സംഘടന മഹാരാഷ്ട്ര സംസ്ഥാനത്താണ് സ്ഥാപിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് പുതിയ ഡച്ച് പ്രധാനമന്ത്രി? ആരാണ്? ഡിക് ഷുപ്പ് ആണ് പുതിയ ഡച്ച് പ്രധാനമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, ഏതു ബാങ്കിന്റെ അടുത്ത ചെയർമാനായി FSIB ചല്ല ശ്രീനിവാസുലു ഷെട്ടിയെ ശുപാർശ ചെയ്യുന്നത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അടുത്ത ചെയർമാനായി FSIB ചല്ല ശ്രീനിവാസുലു ഷെട്ടിയെ ശുപാർശ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത്? തലശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം ഏതാണ്? കതിരവനാണ് അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? BN ഗംഗാധർ ആണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ചെയർപേഴ്സൺ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 അഡീഷണൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായി നിയമിതനായത്? രജീന്ദർ ഖന്നയാണ് 2024 അഡീഷണൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായി നിയമിതനായത്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ശ്രീ മോഹൻലാൽ ആണ് 2024 ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.